ആരാ പറഞ്ഞേ? നോ, രവീന്ദ്രനാഥ് ടാഗോർ ഹാസ് സെഡ്, മൈറ്റ് ഹാവ് സെഡ്, അത് മഹാത്മാ എന്നാണ് വിളിച്ചത്. മഹാത്മാ എന്നൊരു പേര് കൊടുത്ത രവീന്ദ്രനാഥ് ടാഗോറാണ്. വള്ളത്തോൾ ക്രിസ്തുദേവന്റെ പറ, എല്ലാവരും പറ. ഇത് ഞാൻ തുടങ്ങിത്തരാം, നിങ്ങൾ കണ്ടുപിടിച്ചു. മുഹമ്മദിന് സ്ഥൈര്യവും. എങ്ങണ്ട് കേട്ടിട്ടുണ്ട്, എവിടെയോ നമ്മൾ കേട്ടോർക്കുന്നുണ്ട് അല്ലേ? എൻ്റെ ഗുരുനാഥൻ എന്ന്, എൻ്റെ ഗുരു എന്ന് പഠിപ്പിക്കാത്ത ഒരു അധ്യാപനെ കുറിച്ച് വിളിക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് വാസ് ഹിസ് ക്വാളിറ്റി? He was a man who was disciplined, was a man who was thoroughly taken something in his mind, and he was not taken any weapon to fight against the British fellows who came with gun. എന്താ അയാളെ വെടിവെക്കാൻ അവർ പേടിച്ച്? ലോകം മുഴുവൻ തിരിയുന്നറിയാണ്. അതാണ് ബ്രിട്ടീഷുകാർ അയാളെ തുടങ്ങിയത്. What was the first announcement when he has been assassinated by Nathuram Godse? What was the first announcement from the BBC? പറയും. He has been assassinated by, അടുത്ത വാക്ക് പറയാൻ പറ. ഇതാണ് ഹിസ്റ്റോറിക്കൽ നോളേജ്. He has been assassinated by a Hindu. That was the first announcement from the part of BBC. അതില്ലെങ്കിൽ ഇവിടെ കരിങ്കോല നടന്നേനെ. മനസ്സിലായി? മുസ്ലിം ആർ തൊട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കരിങ്കോല നടക്കും. അത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് BBC ആദ്യം ബ്രോഡ്കാസ്റ്റ് ചെയ്തു. He has been assassinated by a Hindu. ഞാൻ ഇദ്ദേഹത്തിൽ കാണുന്ന ചില ഗുണങ്ങൾ, ഒന്ന് ലാളിത്യമുണ്ടല്ലേ. തമിഴ്നാട്ടിലൂടെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്തി നോക്കിയിട്ട് പെങ്കൊച്ചിന് സാരി എടുക്കാനില്ലെന്ന് പറഞ്ഞു സാരി പകുതി കരയിലിട്ടിട്ട് ഉണക്കി, പകുതി വീണ്ടും ഉടുത്തിട്ട് വീണ്ടും അടുത്ത ഭാഗം ഉണക്കുന്നത്. ഇത് അത്ര നേരം നോക്കിയിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിൽ നിന്ന് പാഠം പഠിപ്പിച്ചു. ഞാനും വീണ്ടും എൻ്റെ നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് ഉടുക്കാൻ സാരിയില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയോ, നേരാക്കന്മാർ പറയോ ഞാൻ അത്രമാത്രം വസ്ത്രം ധരിക്കുന്നുള്ളൂ? അദ്ദേഹത്തെ ഒരുത്തൻ വലിയ ഫിലോസഫർ വിളിച്ചു, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന്. ആരാ വിളിച്ചേ? ചർച്ചിൽ. അതെ, വിൻസെന്റ് ചർച്ചിൽ. ജനിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സുഖമാണെന്നറിയാവോ? അപസ്മാരം. അദ്ദേഹത്തെ അപസ്മാരത്തിൽ ദർശിച്ചത് ആരാണെന്നറിയാവോ? ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ചർച്ചിലിന്റെ മാതാപിതാക്കൾ കാണാതിരിക്കെ വെള്ളത്തിലേക്ക് വീണ് അപസ്മാരം ബാധിച്ച് അദ്ദേഹം വീണപ്പോൾ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയപ്പെടുന്ന പയ്യൻ ചാടി ഇറങ്ങി പൊക്കിയെടുത്തുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറ്റിയപ്പോൾ വിൻസെന്റ് ചർച്ചിലിന്റെ ഫാദറും അമ്മയും വേഗത്തിൽ പറഞ്ഞിട്ട് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ പതുക്കെ പറയാം, സ്പീഡ് പറയാം. അവരെ അച്ഛനും അമ്മയും ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മകന് ഞങ്ങൾ തിരിച്ചു തരണ്ടേ? അപ്പം മകൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചെന്ന് പറഞ്ഞു. 1 ഏക്കർ സ്ഥലം, എൻ്റെ അപ്പന് കൃഷിയാണ്, 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചെന്ന് മതി പറഞ്ഞു. നോന്നോ അങ്ങനെ ഡിസിഷനിലേക്ക് പോയത്, നീ അത് കുറച്ചുകൂടെ പഠിച്ചു. അങ്ങനെയാണ് അവൻ പഠിക്കാൻ കൊണ്ടുപോയിട്ട് അദ്ദേഹം ഇൻസുലിൻ കണ്ടുപിടിക്കുന്നതാണ്. അതായത് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവസരങ്ങൾ ത്യജിക്കപ്പെട്ടാൽ വളർന്നു വരുമോ? ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയും, ഹി വാസ് വെരി പങ്ക്ച്വൽ ടു എവരിതിങ്. ഈ പങ്ക്ച്വാലിറ്റി നമുക്ക് ഉണ്ടോ? സമയം പാലിക്കോ? സമയം പാലിക്കോ? If you are punctual in the school, your students will be punctual. If the teacher is coming late by 5 minutes, today I was